ഹലോ, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വെസ്റ്റ് ജർമ്മനിയിലുള്ള കൊളോൺ കത്തീഡ്രൽ പള്ളിയുടെ പരിസരങ്ങളിലുള്ള ക്രിസ്മസ് മാർക്കറ്റുകളുടെ കാഴ്ചകളിലേക്കാണ്. ക്രിസ്മസ് മാർക്കറ്റുകൾ ജർമ്മനിയിൽ പൊതുവെ വളരെ പോപ്പുലർ ആണെങ്കിലും കൊളോൺ ഡോമിന് ചുറ്റുമുള്ള ക്രിസ്മസ് മാർക്കറ്റുകളിൽ ഓരോ വർഷവും 5 മില്യൺ ആളുകളാണ് സന്ദർശിക്കുന്നത്. ഫ്രൂട്ട്സും നട്ട്സും മത്സ്യവും മാംസവും ഉൾപ്പെടുത്തിയുള്ള വിവിധ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളും നിത്യോപയോഗ സാധനങ്ങളുമായിട്ട് 150ഓളം സ്റ്റാളുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കാണുന്നതാണ് സ്വർഗത്തിലേക്കുള്ള ഗോവണി, യാക്കോബിന്റെ ഗോവണി എന്നും പറയും. സമാധാനത്തെയും പ്രതീക്ഷയെയും സൂചിപ്പിക്കുന്ന ഈ കലാരൂപം ഉണ്ടാക്കിയിരിക്കുന്നത് ബില്ലി താനർ എന്ന ഓസ്ട്രിയൻ ആർട്ടിസ്റ്റാണ്. സുരക്ഷാ സംവിധാനങ്ങളിൽ നല്ല വിശ്വാസമുള്ളത് കൊണ്ടോ മറ്റോ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ ഇവിടെ കാണാം. കഴിഞ്ഞ 2 വർഷങ്ങളായി ആയുധങ്ങൾ കയ്യിൽ വെച്ച് യാത്ര ചെയ്യാൻ പാടില്ലെന്ന് ഒരു പ്രത്യേക നിയമം തന്നെ ഉണ്ടായിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും പൊതുസ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആളുകൾക്ക് തിക്കും തിരക്കും ഒച്ചപ്പാടുമൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കില്ലെങ്കിലും എത്ര ശാന്തമായിട്ടാണ് ഇവർ ഇത്ര തിരക്കുള്ള സ്റ്റാളുകളിലൂടെ നടന്നു നീങ്ങുന്നത്. നമ്മളിവിടെ ആളുകൾ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഒരു ചെടിയുടെ താഴെ നിൽക്കുന്നത് കാണാം. മിസിൽട്ടോ എന്നാണ് ഈ ചെടിയുടെ പേര്. വിഷമുള്ളതും ഇത്തിൽക്കണ്ണി പോലെയുള്ള ഒരു പാരസിറ്റിക് പ്ലാന്റ് ആണ് മിസിൽട്ടോ. എന്നാൽ ട്രഡീഷണലായി ഭാഗ്യസൂചകമായി ആളുകൾ ഇതിൻ്റെ അടുത്തു നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം. ഈ ചെടി ക്രിസ്മസിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഈ ഫോട്ടോ എടുക്കലും ക്രിസ്മസ് മാർക്കറ്റുകളുടെ അവിഭാജ്യ ഘടകമാണ്. ശരിക്കും വിചിത്രമല്ലേ? കമ്പിളി കൊണ്ടുണ്ടാക്കിയ പല വർണ്ണങ്ങളിലുള്ള തൊപ്പിയും ഷാളും ഉൾപ്പെടെയുള്ള ആക്സസറീസും അലങ്കാര വസ്തുക്കളും, അതും കൈകൊണ്ട് തുന്നിയുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ക്രിസ്മസ് സമ്മാനങ്ങളായി വിറ്റഴിയുന്നത്. കമ്പിളി കൊണ്ടുള്ള സോക്സും തൊപ്പിയും ഷാളുമെല്ലാം ടിപ്പിക്കൽ ക്രിസ്മസ് സമ്മാനങ്ങളാണ്. ക്രിസ്മസ് സമ്മാനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വിസ്റ്റൽ എന്നുള്ളൊരു പ്രത്യേക വാക്ക് തന്നെ ജർമ്മൻ ഭാഷയിലുണ്ട്. വിശാലമായ ഒരു ബ്രഷുകളുടെ ലോകമാണ് നമ്മളിവിടെ കാണുന്നത്. ഏതൊക്കെ തരം ബ്രഷുകളാണ് മാർക്കറ്റിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്ത്യക്കാർക്ക് വളരെ കുറച്ച് തരമേ പറയാൻ പറ്റുള്ളൂ. അത്ര ലിമിറ്റഡാണ് നമ്മുടെ ബ്രഷുകളുടെ ഉപയോഗം. പക്ഷേ ഇവിടെ കാണിച്ചിരിക്കുന്ന ബ്രഷുകളുടെ ഉപയോഗം കണ്ടാൽ ഞെട്ടിപ്പോകും. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആണെന്നുള്ളതും നാച്ചുറൽ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ള പ്രത്യേകതയും അതിനു പുറമെ ഇത് ഉണ്ടാക്കുന്ന ആളുകളുമായി നേരിട്ട് കൺസൾട്ടേഷനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. കാട്ടുപന്നിയുടെ കുറ്റിരോമം കൊണ്ട് ഉണ്ടാക്കിയ ബ്രഷാണ് ഞാനിവിടെ കണ്ടതിൽ ഏറ്റവും പ്രത്യേകത തോന്നിയത്. ക്രിസ്മസ് സമയത്ത് ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന സ്പെക്കുലാച്യൂസ് ബിസ്ക്കറ്റാണ് ഇവിടെ കാണുന്നത്. ഏലക്കായും ഗ്രാമ്പൂവും കറുകപ്പട്ടയും ചേർന്ന ബിസ്ക്കറ്റ്. ഓരോ സ്റ്റാളുകളും ഒന്നിനൊന്ന് മെച്ചം. കൊളോൺ ക്രിസ്മസ് മാർക്കറ്റിന് 200 വർഷത്തെ പഴക്കമാണുള്ളത്. കൊടും തണുപ്പാണെങ്കിലും വളരെ മനോഹരമായ അലങ്കാരങ്ങളും പലതരത്തിലുള്ള മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെ അകമ്പടിയുമായി വളരെ തിരക്കുള്ള ഈ ക്രിസ്മസ് മാർക്കറ്റ് സന്ദർശിക്കുക എന്നുള്ളത് ഈ ഒരു സീസണിലെ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ആക്ടിവിറ്റിയാണ്. ഇവിടെ വരുമ്പോൾ ശരിക്കും ഒരു മായാലോകത്തിൽ വന്ന പോലെ തോന്നും. ഒരു ക്രിസ്മസ് മാജിക് എന്നൊക്കെ പറയില്ലേ? എല്ലാ ക്രിസ്മസ് മാർക്കറ്റിലും കാണുന്നതാണ് ബിയോ ബ്രാറ്റ്വൂർസ്റ്റ് അഥവാ ഓർഗാനിക് സോസേജ്. എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ? പശുവിൻ്റെയും പന്നിയുടെയും ഇറച്ചി കൊണ്ടാണ് ഇവിടെ സോസേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മൃഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് നാച്ചുറലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ്. അതും വളരെ ചെക്കിങ്ങോടുകൂടെ. അതുപോലെ ഫ്രീ ആയിട്ട് നടക്കാൻ സ്ഥലമുള്ളിടത്താണ് അതിനെ വളർത്തിയിരിക്കുന്നത്. പിന്നെ അതിന് അസുഖം വന്നാൽ ചികിത്സിക്കുന്നതിന് ആൻറ്റിബയോട്ടിക് ഒന്നും ഉപയോഗിക്കാതെ വളരെ നാച്ചുറലായിട്ടുള്ള മരുന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഓർഗാനിക് സോസേജ് അഥവാ ബിയോ ബ്രാറ്റ്വൂർസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ബ്രൈറ്റ്സൽ എന്ന് വിളിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള സോൾട്ടി ബ്രെഡാണ് ഈ കാണുന്നത്. മരം കൊണ്ടുള്ള പരമ്പരാഗതമായ അലങ്കാര വസ്തുക്കളാണ് ഇവിടെ കാണുന്നത്. ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് സോൾജിയറിൻ്റെ രൂപത്തിലുള്ള നട്ട് ക്രാക്കറാണ്. ഒരു റഷ്യൻ എഴുത്തുകാരൻ്റെ ഭാവനയിൽ വന്ന നന്മയുടെ പ്രതീകമായ നട്ട് ക്രാക്കർ ഒരു ബാലറ്റ് ആവിഷ്കാരത്തിലൂടെ വളരെ പോപ്പുലർ ആവുകയും പിന്നീട് വിൻ്റർ സമയത്ത് വാൾനട്ടും ഹേസൽ നട്ടും ഒക്കെ പൊട്ടിക്കാനുള്ള നട്ട് ക്രാക്കറായി മാർക്കറ്റിലെത്തുകയും ചെയ്തു. ക്രിസ്മസിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് പച്ചയും ചുമപ്പും വെള്ളയും. മിക്കവാറും ഈ നിറങ്ങളിലുള്ള
ഡെക്കറേഷൻസും അല്ലെങ്കിൽ ഔട്ട്ഫിറ്റ്സും എല്ലാം നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ക്രിസ്മസ് സീസണിൽ നമുക്ക് കാണാം. അത് കടകളായാലും ഓഫീസുകളായാലും വീടുകളായാലും ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളുമാണ് ഇവിടെ കാണുന്നത്. ഊതിയുണ്ടാക്കിയ ബൾബുകളും ഇവിടെ കാണാം. ക്രിസ്മസിനോടനുബന്ധിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല സർപ്രൈസ് സ്നേഹത്തോടു കൂടി കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സമ്മാനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ പ്രധാന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്രിസ്മസ് മാർക്കറ്റുകളിൽ കച്ചവട സാധ്യത ഏറെയുണ്ട്. ഈ മാർക്കറ്റുകളിൽ കിട്ടുന്ന മിക്കവാറും സാധനങ്ങൾ പുറത്തുള്ള കടകളിൽ കാണാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം കണ്ട് ഏറ്റവും നല്ലത് തീരുമാനിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ക്രിസ്മസ് മാർക്കറ്റുകൾ. സാധാരണയിൽ കൂടുതൽ പൈസ ചിലവാകാൻ സാധ്യതയുള്ളൊരു മാസമാണ് ഡിസംബർ. എന്നാൽ ചില കമ്പനികളിലോ ചില ജോലി സ്ഥലങ്ങളിലോ ക്രിസ്മസിന് ബോണസ് ഉള്ളതുകൊണ്ട് അതൊരു വലിയ ആശ്വാസമാണ്. നമ്മുടെ നാട്ടിൽ ഓണത്തിൻ്റെ സീസണിൽ പല സ്ഥലങ്ങളിലായി ഓണം ആഘോഷിക്കുന്നത് പോലെ ഇവിടെയും ക്രിസ്മസ് സീസണിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ക്രിസ്മസ് ഭക്ഷണത്തിന് പോകുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ, അല്ലെങ്കിൽ ഒരു ഹോബിയുള്ള ആളാണെങ്കിൽ ആ ഹോബിക്ക് വേണ്ടി പോകുന്ന ആളുകളുടെ കൂടെ ക്രിസ്മസ് ഭക്ഷണത്തിന് പോകുന്നതെല്ലാം പതിവാണ്. ബ്ലാക്ക് സ്മിത്ത് അഥവാ ലോഹപ്പണിക്കാരൻ്റെ സ്റ്റോളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ലാമ്പുകൾ, മാലകൾ, കീ ചെയിൻസ്, കൊളുത്തുകൾ എല്ലാം ഇവിടെ കാണാം. അതുപോലെ തന്നെ പട്ടി, പൂച്ച, മാൻ, കുറുക്കൻ, സ്കൾ, ഗിറ്റാർ, പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ, ബിയർ ഓപ്പണർ, അങ്ങനെ പലതും. ഹോഴ്സ് ഷൂ അഥവാ കുതിരലാടം ഒരു ലക്കി സൈനായിട്ടാണ് ഇവിടെ ആളുകൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സമ്മാനമായി കൊടുക്കുന്നത് ഒരു ട്രെൻഡാണ്. ഹൈ ടെമ്പറേച്ചറിൽ ഇരുമ്പ് ഉരുക്കി പരത്തി ഹോഴ്സ് ഷൂവിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി അതിന് മുകളിൽ പേരെഴുതി കൊടുക്കുമെന്നിവിടെ എഴുതി വച്ചിട്ടുണ്ട്. പല വർണ്ണങ്ങളിലുള്ള റോസപ്പൂവും മറ്റു പല അലങ്കാര വസ്തുക്കളും മെറ്റൽ കൊണ്ടുണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ വളരെ ഷാർപ്പായിട്ടുള്ള കത്തി, ആണികൾ, പിക്കാക്സ്, കോടാലി, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇവിടുത്തെ ആളുകൾക്ക് മിക്കവാറും ഉപയോഗമുള്ള ബിയർ ഓപ്പണറും മെഴുകുതിരി സ്റ്റാൻഡുമെല്ലാം മെറ്റലിലുള്ളത് ലൈവായിട്ട് ഉണ്ടാക്കുന്നതും കാണാം. ഭംഗിയും ക്വാളിറ്റിയും എല്ലാം നല്ലതാണെങ്കിലും വില കാണുമ്പോൾ നമ്മൾ ഒന്ന് ഞെട്ടും. നമ്മളിവിടെ കാണുന്നത് ഒറിജിനലായിട്ടുള്ള റോളിംഗ് പിൻ അഥവാ നൂഡിൽ ഹോൾസ്, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കോല്. ഇത് ഒറിജിനൽ ആണെന്നും മാസ് പ്രൊഡക്ഷനിൽ നമുക്ക് കിട്ടുന്ന സിലിക്കോണും പ്ലാസ്റ്റിക്കും പോലെയുള്ള റോളിംഗ് പിന്നുകൊണ്ട് നമ്മൾ മാവ് പരത്തിയാൽ ഉണ്ടാകുന്ന പോലെ മാവ് ഒട്ടുകയില്ലെന്ന് ഡെമോൺസ്ട്രേറ്റീവായിട്ട് ഇവർ ഇവിടെ ഇതുകൊണ്ടുണ്ടാക്കിയ ബിസ്ക്കറ്റ് വച്ചിട്ട് കൺവിൻസ് ചെയ്യുന്നു. ഏതായാലും ഈ റോളിംഗ് പിന്നിലുള്ള ഡിസൈൻസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ക്രിസ്മസ് മാർക്കറ്റുകളുടെ പശ്ചാത്തലം കണ്ടാൽ എന്തൊരു ഭംഗിയാണ്. ശരിക്കും പ്രകാശങ്ങളുടെ ഫെസ്റ്റിവൽ പോലെ തോന്നും. ഫോട്ടോ ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലം, അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് കാർഡുകളിൽ നമ്മൾ കണ്ട പടങ്ങളുടെ അതേപോലെ തോന്നും. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇതിൻ്റെ ഭംഗി കണ്ട് ഞാൻ ആസ്വദിച്ചു. ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഡെക്കറേഷൻസാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ക്രിസ്മസ് മാർക്കറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സ്റ്റാൾ ഇതാണ്. ഒരു ചെറിയ കാറ്റിൻ്റെ ചലനം കൊണ്ട് പോലും പ്രവർത്തിപ്പിക്കാവുന്ന ഒരു കളിപ്പാട്ടം, അല്ലെങ്കിൽ ഡെക്കറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാറ്റാടിയെന്നോ വിൻഡ് ഷീൽഡിനോ വിൻഡ് ചൈംസ് എന്നൊക്കെ നമുക്കിതിന് പറയാം. വീടിൻ്റെ ഉള്ളിൽ അലങ്കരിക്കാനോ പുറത്ത് കാറ്റിനനുസരിച്ച് ചലിപ്പിക്കാനോ ഗാർഡൻ ഡെക്കറേഷനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എല്ലാ കൾച്ചേഴ്സിലും തന്നെ കാറ്റാടികൾ ഒരു കളിപ്പാട്ടമായിട്ടും ഉപയോഗിച്ച് വരുന്നുണ്ട്. തടി കൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കളാണ് നമ്മളിവിടെ കാണുന്നത്. അതിൽ മിക്കവാറും ക്രിബുകളും ഭക്തവസ്തുക്കളും എല്ലാം ഉണ്ട്. ഇത് മിക്കവാറും ജർമ്മനിയിൽ തന്നെ പ്രാദേശികമായി ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളായിരിക്കും. ഒരുപക്ഷെ ഈ കരകൗശല വസ്തുക്കൾ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത് ഈ ഒരു സീസണിലുമായിരിക്കും. ഗ്ലാസ്, സെറാമിക് തുടങ്ങിയ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് നമ്മളിവിടെ കാണുന്നത്. വളരെ പോപ്പുലറായ റഷ്യൻ നെസ്റ്റിംഗ് ഡോൾസാണ് നമ്മളിവിടെ കാണുന്നത്. മത്രോഷ്ക എന്നാണ് ഇതിൻ്റെ പേര്. കൈകൊണ്ട് നിറങ്ങൾ കൊടുത്ത് മരത്തിൽ ചെത്തി ഉണ്ടാക്കിയ
പല വലിപ്പത്തിലുള്ള പാവ തന്നെ ഒരു പാവയുടെ ഉള്ളിൽ കാണും. ഒരു ഫാമിലിയിലെ അമ്മയുടെ സെൻട്രൽ റോളാണ് ഈ പാവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സമ്മാനമായി കിട്ടിയാൽ സ്നേഹവും വാത്സല്യവുമാണ് സൂചിപ്പിക്കുന്നത്. ജർമ്മനിയിൽ ഇതിന് ബബുഷ്ക എന്ന് പറയും. ബബുഷ്ക എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദർ എന്നാണ് അർത്ഥം. മിക്കവാറും ക്രിസ്മസ് മാർക്കറ്റുകളിലെ ഒരു അവിഭാജ്യ ഘടകമാണ് ലൈവായിട്ടുള്ള മ്യൂസിക് പെർഫോമേഴ്സ്. വളരെയധികം ആളുകൾ തടിച്ചു കൂടുന്നത് കൊണ്ട് തന്നെ ഇത് വലിയൊരു സക്സസ്സും ആവാറുണ്ട്. ഇവിടെ ഞങ്ങൾ കണ്ട മ്യൂസിക് പെർഫോമൻസിൽ ആളുകൾ വളരെയധികം പ്രോത്സാഹനവും നൽകിയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കൂടെ പാടാൻ പറ്റിയ പാട്ടുകളാണ് ഇവർ തിരഞ്ഞെടുത്തത്. Wenn das mal überall so friedlich wäre wie hier. So eine Welt könnte ich mir sehr gut vorstellen. Wir stehen ja unter einem riesengroßen Baum, einem Tannenbaum. Wie der denn vorher geht, geht der Stamm da entlang. Das ist so schön jedes Jahr. Oh Tannenbaum, oh Tannenbaum, wie sind deine Blätter? Nadel natürlich. Du grünst nicht nur zur Sommerzeit, nein auch im Winter, wenn es schneit. Oh Tannenbaum, oh Tannenbaum, wie grün sind deine Nadeln. Oh Tannenbaum, oh Tannenbaum, du kannst mir sehr gefallen. Wie oft hat ich zur Sommerzeit ein Baum von dir mich hoch erfreut. Oh Tannenbaum, oh Tannenbaum, du kannst mir sehr gefallen. Eine kommt noch. ഇവിടുത്തെ ഏത് കുഞ്ഞു കുട്ടിക്കും പാടാൻ പറ്റിയ ക്രിസ്മസ് പാട്ടാണ് അവർ തിരഞ്ഞെടുത്തത്. ആ പാട്ടിൻ്റെ വരികൾ ഇത്തിരി തമാശയോടുകൂടി അവർ വിമർശിക്കുന്നുമുണ്ട്. ഓ ക്രിസ്മസ് ട്രീ, നിന്റെ ഇലകൾ എത്ര പച്ചയാണ് എന്നാണ് വരികൾ. എന്നാൽ പൈൻ മരങ്ങളെ സൂചി മരക്കാട് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അതായത് പൈൻ മരം ഒരു സൂചി മരമാണ്, അപ്പോൾ പൈൻ മരമേ നിന്റെ സൂചികൾ എത്ര പച്ച എന്നാണ് പറയേണ്ടത്. അത് അവർ കറക്റ്റ് ചെയ്ത് പാടുന്നുമുണ്ട്. നമ്മളിവിടെ കാണുന്നത് പേരെഴുതിയ ചെറിയ ഓടക്കുഴലുകളാണ്. സമ്മാനം കൊടുക്കാൻ പറ്റിയ മറ്റൊരു ഐറ്റം. എനിക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്രിസ്മസ് സമ്മാനമായിട്ട് തോന്നിയത് ഈ ടീ ലൈറ്റ്സ് അല്ലെങ്കിൽ വിളക്കുകൾ, ലാൻറ്റേൺസ് അല്ലെങ്കിൽ മെഴുകുതിരി വിളക്കുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കൂടുതൽ ഇരുട്ടുള്ള സീസൺ ആയതുകൊണ്ട് തന്നെ വർണ്ണവിളക്കുകൾ, അതും പ്രകാശം പരത്തുന്നവ, ലളിതവും അനുയോജ്യവുമായ സമ്മാനമാണ്. ഇവിടെ കാണുന്നത് കൊളോൺ കത്തീഡ്രലിൽ നിന്ന് കുറച്ച് അകലെയായിട്ടുള്ള ഹോയ് മാർക്കറ്റ് എന്നു പേരുള്ള ക്രിസ്മസ് മാർക്കറ്റാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഫെയറി ടെയിൽസിൻ്റെ ക്യാരക്ടേഴ്സിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും നമ്മൾ ഈ മാർക്കറ്റിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവരെ എൻ്റർടൈൻ ചെയ്യുന്ന പലതരത്തിലുള്ള കരോസലും നമ്മളിവിടെ കാണും. അങ്ങനെ വളരെ വൈവിധ്യമുള്ള മനോഹരമായ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ കാഴ്ചകളും കടന്ന് ഒരു ക്രിസ്മസ് കഴിഞ്ഞുപോയി. താങ്ക് യു.